ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. കഥയുടെ പേരാണ് ആന ഡോക്ടർ. ജയമോഹൻ എന്നൊരു എഴുത്തുകാരൻ വളരെ പ്രശസ്തനായ ഡോക്ടർ കൃഷ്ണമൂർത്തി എന്ന ആന സംരക്ഷകന്റെ ഒരു കഥ ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നു. ആ കഥയാണ് ഇവിടെ പറയുന്നത്. ഇത് കഥയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഇത് നടന്ന സംഭവമാണ്. ഒരു ദിവസം ഡോക്ടറിനെ കാണാൻ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഡോക്ടറുമായിട്ട് വർത്താനം പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഡോക്ടറിൻ്റെ വീട് വനത്തിനുള്ളിലായതുകൊണ്ട് രാത്രി യാത്ര ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി എഴുത്തുകാരനോട് ഡോക്ടർ അവിടെ തന്നെ ഉറങ്ങാൻ പറഞ്ഞു. എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ കിടന്നുറങ്ങൂ, ഇന്ന് രാത്രിയിൽ എന്തായാലും പോകണ്ട. പക്ഷെ എഴുത്തുകാരൻ വിചാരിച്ചു, ഇവിടെ കിടന്നുറങ്ങിയ എനിക്കും എങ്ങനെ ഉറക്കം വരാനാ? പക്ഷെ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് എഴുത്തുകാരൻ അവിടെ തന്നെ ഉറങ്ങി. രാത്രി കുറേ കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ മുറിയിൽ വെട്ടം കണ്ടു. എന്ത് പറ്റി ഡോക്ടറെ എന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ ഉണർന്നു. നോക്കിയപ്പോൾ കാണുന്നത് കോട്ട് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഡോക്ടറെയാണ്. ഡോക്ടർ പറഞ്ഞു, പുറത്ത് ആനയുടെ ശബ്ദം. ആനയുടെ ശബ്ദമോ എന്ന് ചോദിച്ചുകൊണ്ട് എഴുത്തുകാരനും ഡോക്ടറെ പുറകെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, നല്ല ഇരുട്ടും. എന്നാൽ ഡോക്ടർ പുറത്തു നിൽക്കുന്ന ആനയെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, അവനൊരു കൊച്ചുകുട്ടിയാണല്ലോ, 2 വയസ്സ് കാണുമായിരിക്കും. ഡോക്ടർ പറഞ്ഞ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. ശരിയാണ്, എൻ്റെ മാറോളം പൊക്കമുള്ള ഒരു ആനക്കുട്ടി ഇരുട്ടിൻ്റെ ഉള്ളിൽ ചലിക്കുന്നത് ഞാൻ കണ്ടു. ടോർച്ച് തെളിക്കാതെ ഞങ്ങൾ മുൻപോട്ട് നടന്നു. ആനക്കുട്ടിയുടെ അടുത്തെത്തി. ആനക്കുട്ടി പതുക്കെ തൻ്റെ തുമ്പിക്കൈ മുൻപോട്ട് നീട്ടി. ഡോക്ടർ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അതിൻ്റെ ദേഹം ആടുന്നത് ഡോക്ടർ കണ്ടു. ആനയാകെ അസ്വസ്ഥനായിരുന്നു എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർ എന്നോട് പറഞ്ഞു, വേഗം മരുന്ന് പെട്ടി എടുത്തുകൊണ്ട് വരൂ, ഞാൻ ഈ ആനയെ ഒന്ന് നോക്കട്ടെ. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് പോയി മരുന്ന് പെട്ടിയുമായി ഓടിയെത്തി. ഡോക്ടർ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്തേക്ക് സൂചിയുടെ മുന എറിഞ്ഞു തറപ്പിച്ചതിന് ശേഷം മരുന്ന് കടത്തി. കുറേ സമയം അത് അസ്വസ്ഥമായിട്ട് ആടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടു നോക്കാൻ അത് ശ്രമിച്ചു. അത് കാല് തെറ്റി വീഴാൻ പോകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. തുമ്പിക്കൈ തളർന്ന് കാതുകളുടെ അനക്കം നിലച്ച് അത് ചരിഞ്ഞു കിടന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, എളുപ്പം പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വരൂ. ഞാൻ ഡോക്ടറെ സംശയത്തോടെ നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആനക്കുട്ടിയുടെ കാതിലെ അനക്കം നിലച്ചേ, തലയ്ക്ക് ചൂട് കയറും. ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഡോക്ടർ ശ്രദ്ധിച്ച് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവൻ്റെ കാലിലെ ഒരു ബിയറിൻ്റെ കുപ്പി കയറിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, വലിയ മുറിവല്ല. അതുമാത്രമല്ല, മുറിവ് ചീഞ്ഞിട്ടുമില്ല. ഡോക്ടർ പതുക്കെ ചില്ലിൽ പിടിച്ച് ഫോർസെപ്സ് കൊണ്ട് അത് വലിച്ചെടുത്തു. എന്നിട്ട് ആനയുടെ കാലിൻ്റെ വ്രണത്തിനകത്തേക്ക് കൈയിട്ട് നന്നായിട്ട് നോക്കി, കുപ്പിച്ചില്ലൊന്നും ബാക്കിയില്ലല്ലോ എന്ന്. എന്നിട്ട് പഞ്ഞിയിൽ മരുന്ന് നനച്ച് ആ മുറിവിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്ന് അനങ്ങി. ഞാൻ ചെറിയൊരു ഡോസ് മാത്രം മരുന്നേ കൊടുക്കുന്നുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ഇത് എഴുന്നേറ്റ് നടന്ന് മധുമൂലയിലെത്തും. മധുമൂലയോ? ഞാൻ ഞെട്ടിപ്പോയി. അവിടെ നിന്നാണോ ഈ ആന ഇവിടെ വന്നത്? ഞാൻ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നീ ഇവനെ നേരത്തെ കണ്ടിട്ടില്ലേ? ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? ഡോക്ടർ പറഞ്ഞു, അതേ, 1.5 കൊല്ലം മുമ്പ് ഇവൻ്റെ അമ്മയുടെ കാലിൽ ഇതുപോലെ കുപ്പിച്ചില്ല് കുത്തി കയറിയപ്പോൾ നമ്മൾ അവിടെ പോയി എടുത്തില്ലേ, ഓർമ്മയില്ലേ? ആ ആനയുടെ കുഞ്ഞാണിത്. ഇത്രയും ദൂരം അവൻ എങ്ങനെ വന്നെന്ന് ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു നോക്കി. ഡോക്ടർ ഉടനെ തന്നെ ആനയെ അവിടെ നിന്ന് കിടത്തിയിട്ട് തൻ്റെ മുറിയിലേക്ക് മടങ്ങി. ഞാൻ ടോർച്ചടിച്ച് നോക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചില്ല. അപ്പോഴാണ് ഡോക്ടർ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കുറേ ചലനങ്ങൾ ഞാൻ കണ്ടു. ഡോക്ടർ പറഞ്ഞു, അവിടെ 30ഓളം ആന നിപ്പുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. 30ഓളം കാട്ടാനകളോ? നോക്കിയപ്പോഴുണ്ടല്ലോ, ആ കാട്ടാനകൾ തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിക്കുന്നു. എൻ്റെ ദേഹം
കോൾമേർ കൊണ്ടു ഞാൻ കണ്ണീരോടെ നിന്നു. ഇതാണ് നമ്മുടെ ആന ഡോക്ടർ എന്നറിയപ്പെടുന്ന VK കൃഷ്ണമൂർത്തിയുടെ കഥ. ഇദ്ദേഹം തൻ്റെ ജീവിതം ആനകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. നമ്മളെപ്പോഴും ആനകളെ എന്തുമാത്രം ഉപദ്രവിക്കാറുണ്ട്. കാട്ടിൽ പോകുന്ന സമയത്ത് ബിയർ കുടിച്ചിട്ട് ആ കുപ്പി അവിടെ വലിച്ചെറിയുമ്പം എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആനകൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന്? അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും അവയെ സംരക്ഷിക്കാൻ ശ്രമിക്കണം. ആനയുടെ വീട് കാടാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇന്ന് അടുത്ത കഥയുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ.